നമ്മുടെ മധുബനി കളക്ഷൻസ് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. ആക്ച്വലി നമ്മളത് ഓണത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ ഞാൻ ഓർഡർ കൊടുത്തിരുന്നതായിട്ടാണ്. പക്ഷേ അത് ചെയ്ത് വരാൻ വേണ്ടി ടൈം എടുത്തു. കാരണം ഈ ഒരു പ്രിൻറ്റ് കറക്റ്റ് ചെയ്ത് വരണം. അതുപോലെ തന്നെ ഈ വർക്കും ഒക്കെ അതിൻ്റെ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ ആ പ്രിൻറ്റ് കറക്റ്റ് വരില്ല. അതുകൊണ്ട് കറക്റ്റായിട്ട് ചെയ്ത് വന്നപ്പോൾ ടൈം എടുത്തിട്ടോ. ഒരു 5 കളേഴ്സ് വരുന്നുണ്ട്. ഞാനിതിൻ്റെ ഒരെണ്ണം തയ്ച്ചിട്ടുണ്ട് ഇത്തവണ. ഒരുപാട് നാളുകൊണ്ട് ഞാൻ സെയിം തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇത്തവണ ഒരു ബ്ലൂ തയ്ച്ചിട്ടുണ്ട്. ഇട്ട് കണ്ടിട്ട് നമുക്കതിൻ്റെ റിവ്യൂ, ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണാം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടിട്ടുണ്ട്. ബ്ലൂ കളറാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. സിമ്പിളായിട്ട് തയ്ച്ചേക്കുന്നത്. ഇതിൻ്റെ സ്ക്വയർ നെക്കാണ് എപ്പോഴും ഞാൻ പറയാറുള്ളതാണല്ലോ. എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ ഷോപ്പ് തുടങ്ങിയപ്പോൾ മുതൽ ഈ ഒരു ഐറ്റം നമ്മൾ ചെയ്യുന്ന മധുബനി കളക്ഷൻസ് നമ്മുടെ ഒരു മൊണോപ്പൊളി ഐറ്റം എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിൽ ഈ സ്ക്വയർ നെക്കാണ് വരിക. ആ ഒരു നെക്ക് പാറ്റേണിലാണ് ചെയ്ത് വരിക കേട്ടോ. ഞാൻ ബ്ലൂ ആണ് തയ്ച്ചത്. സ്ലിറ്റഡ് ആയിട്ട് തയ്ച്ചേക്കുന്നത്. ഷോർട്ട് സ്ലീവ്സ് വെച്ചാൽ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 3/4 വെച്ചിട്ട് ഈ ഒരു ബോർഡർ വെക്കാം. അപ്പോൾ ചൂടായതുകൊണ്ട് ഞാൻ 1-2 ഈ ഒരു സ്ലീവിലേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രസമാണ്. 1200 റേഞ്ചിലേക്ക് ഇത്തവണ വന്നിട്ടുള്ളത്. നല്ലൊരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വാഷ് കെയർ ചെയ്യേണ്ടത് ഈ ബോട്ടവും ദുപ്പട്ടയും നിങ്ങൾ സെപ്പറേറ്റ് വാഷ് ചെയ്യണം. കാരണം ഇത് വൈറ്റ് ആയതുകൊണ്ട് സെപ്പറേറ്റ് വാഷ് ചെയ്തെടുക്കുക. അതുപോലെ ഒരുപാട് നേരം ഡിറ്റർജൻറ്റിൽ മുക്കി വെക്കാതിരിക്കുക. പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കുക. ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുക. കളർ ഗാർഡ് പറ്റുമെങ്കിൽ കളർ ഗാർഡ് ഫസ്റ്റ് യൂസ് ചെയ്താൽ ഏറ്റവും നല്ലത്. ടോപ്പ് ആൻഡ് ബോട്ടം ആൻഡ് ദുപ്പട്ട കേട്ടോ. 1200 ആണ് റേറ്റ്. സൈറ്റ് ബുക്ക് ചെയ്യുക. സൈറ്റ് ആയിട്ട് ഗ്ലിറ്റ്സിൻ്റെ കേട്ടോ. ഫസ്റ്റ് കളർ ബ്ലൂ ആണ്. പിന്നെ നമുക്ക് യെല്ലോ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട്. ഇത് നമ്മുടെ റെഗുലർ റെഡ് ആൻഡ് മെറൂൺ കോമ്പിനേഷൻ. ഞാൻ വേറെ ചെയ്തേക്കുന്ന കോമ്പിനേഷൻ ആൻഡ് ഇത്. അപ്പോൾ ഇത്രയാണ് കളക്ഷൻ. ഇതിനകത്ത് വന്നിരിക്കുന്നത് മധുബനി പെയിൻറ്റിങ്സ് ആൻഡ് മിറർ വർക്ക്സ് ആണ്. ഇതെല്ലാം റിയൽ മിറേഴ്സ് വെച്ചിട്ട് നല്ല രസമുള്ള വർക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്പൺ ചെയ്ത് കാണാം. സൈറ്റ് ബുക്ക് ചെയ്യുക. സൈറ്റ് ഐ ഡി ഗ്ലിറ്റ്സിൻ്റെ. നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു കോമ്പിനേഷനാണ്. യെല്ലോയും മെറൂണും കൂടെ ഉള്ള മധുബനി പെയിൻറ്റിങ്സ് വിത്ത് മിറേഴ്സ് റിയൽ മിറേഴ്സ് അല്ല കേട്ടോ. ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോയതാണ്. മറ്റേ ഫേക്ക് മിറേഴ്സാണ് വെച്ചിട്ടുള്ളത്. സ്ലീവ്സിലേക്കും വർക്ക് വരും. നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് തയ്ച്ചിട്ട് കഴിയുമ്പോൾ ഒരു ക്ലാസ് ലുക്കാണ്. ഒരു ട്രഡീഷണൽ സെറ്റ് എന്ന് പറയും. ഇതിൻ്റെ ദുപ്പട്ട ഈ ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ഡബിൾ ഷെയ്ഡ്. ബോട്ടം വന്നിരിക്കുന്നത് ചെക്ക് പാറ്റേൺ ആണ്. ഇങ്ങനെയാണ് വരിക കേട്ടോ. നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഇത് ഞാൻ റെഗുലർ തയ്ക്കാറുള്ള എപ്പോഴും എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു കളർ കോമ്പിനേഷനാണ്. ഇതിൽ വന്നിട്ടുള്ളത് ഇതുപോലെ മെറൂൺ ദുപ്പട്ട. ഒത്തിരി ലെങ്തി ദുപ്പട്ട അല്ല കേട്ടോ ആക്ച്വലി ഇതിന് വന്നേക്കുന്നത്. ചെറുതായിട്ട് നമുക്കൊന്ന് നെക്കിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വൺ സൈഡ് ഇടാൻ പറ്റുന്ന രീതിയിലാണ് ദുപ്പട്ട വന്നേക്കുന്നത്. ബോട്ടം വന്നേക്കുന്നത് ഇതുപോലെ. നെക്സ്റ്റ് വൺ ഈ ഒരു ലെമൺ യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ബ്യൂട്ടിഫുൾ ആണ്. ദുപ്പട്ട വന്നേക്കുന്നത് ഇങ്ങനെ. ഇതെല്ലാം ഒത്തിരി ദിവസം നോക്കിയിരുന്നിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ. കുറച്ച് കളക്ഷൻസേ ഉള്ളൂ. അപ്പോൾ കണ്ടല്ലോ ഞാൻ നേരത്തെ ഫസ്റ്റ് കാണിച്ചിരുന്നല്ലോ. അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ വേഗം ബുക്ക് ചെയ്തോ. നല്ലൊരു ഐറ്റമാണ്. ഒരുപാട് തവണ എന്നോട് ഓണത്തിന് കൊണ്ടുവരാനൊക്കെ റിക്വസ്റ്റ് ചെയ്തിരുന്ന ഐറ്റം. അപ്പോൾ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. ആക്ച്വലി ഇത് നല്ല രസമുള്ള സെറ്റുകളാണ് കേട്ടോ. ഇതിൻ്റെ ദുപ്പട്ടതാ ഇങ്ങനെ വന്നേക്കുന്നത്. നല്ല രസമുണ്ട്. യെല്ലോ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ ചെക്ക് വീവിങ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇനി നെക്സ്റ്റ് ബ്ലൂ ആണ് ശരി. ദുപ്പട്ട ബ്ലൂ ആണ് ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ വരിക. അപ്പോൾ ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ വേഗം തന്നെ സൈറ്റ് ബുക്ക് ചെയ്യുക. സൈറ്റ് ഐ ഡി ഗ്ലിറ്റ്സിൻ്റെ.ആണ്. അതുപോലെ തന്നെ സൈറ്റ് ബുക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ 3 വാട്സപ്പ് നമ്പേഴ്സ് ഉണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സിമ്പിളായിട്ട് തയ്ച്ചാൽ മതി കേട്ടോ. ഇത് സ്ക്വയർ നെക്ക് തന്നെ എടുത്ത് തയ്ക്കുക. നിങ്ങൾ സ്ക്വയർ നെക്കാണ് എപ്പോഴും എടുക്കുന്ന നെക്കിൽ ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് ഡീപ്പായി പോകും. ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് വേണം റൗണ്ട് നെക്ക് എടുക്കുന്നതിനെക്കാട്ടിലും എപ്പോഴും തയ്ക്കാൻ. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയർ കറക്റ്റ് സ്ക്വയർ വരുമ്പോൾ ഒത്തിരി വൈഡായി പോകാതിരിക്കാൻ അങ്ങനെ ചെയ്യുക. നിങ്ങളുടെ സ്റ്റൈലിസ്റ്റിനോട് ടൈലറിനോട് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുക കേട്ടോ. ഇവിടെ സ്റ്റിച്ച് ചെയ്യണം എന്നാണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ മെൻഷൻ ചെയ്യുക. ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് അയച്ചു തരാം. അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ്. ഇഷ്ടമാകുന്നൊരു വേഗം സൈറ്റ് ബുക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.